നമസ്കാരം. വലിയ രീതിയിലുള്ള ഒരു പ്രഹരമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനം റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അമേരിക്കൻ നിർമ്മിത അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമാണ് ഈ പറയുന്ന F-16 എന്ന് പറയുന്നത്. ഇത് F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ എന്നാണ് കരുത്തോടെ പോരാടുന്ന ഒരു പരുന്ത് എന്ന രീതിയിൽ അമേരിക്ക വളരെ അഭിമാനത്തോടു കൂടി ഉറ്റുകൊള്ളുന്ന ഈ ഒരു പോർ വിമാനം അമേരിക്കൻ പ്രതിരോധ മേഖലയുടെ തന്നെ ഏറ്റവും വലിയ ഒരു കരുത്തുറ്റ കുന്തമുനയായിരുന്നു. ബാറ്റിൽ സ്റ്റാർ ഗലാക്റ്റിക് എന്ന പ്രസിദ്ധമായ സ്റ്റാർ വേൾഡ് മിനി സീരീസിന് ശേഷം വൈമാനികർ ഇതിനെ വൈപ്പർ എന്നും വിളിക്കുന്നുണ്ടായിരുന്നു. അതായത് വളരെയധികം ഭാരം കുറഞ്ഞതും അതോടൊപ്പം തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു പോർ വിമാനമായിട്ടാണ് ജനറൽ ഡൈനാമിക്സ് ഈ ഒരു വിമാനത്തെ വികസിപ്പിച്ചെടുത്തത്. പിന്നീട് ഓരോ അവസരത്തിലും ഇതിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ ഇവർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന F-16 എന്ന യുദ്ധവിമാനം കുറഞ്ഞ കാലത്തിനിടെ തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ ഉപയോഗത്തിലെ വൈവിധ്യം തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാന പ്രത്യേകതയും. കാരണം അത് കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ആക്രമണം നടത്താനായിട്ട് കഴിയുന്ന പോർ വിമാനത്തിൻ്റെ അത്ര എളുപ്പത്തിൽ ആർക്കും തന്നെ അതിനെ തകർക്കാനോ അല്ലെങ്കിൽ വെടിവെച്ചിടാനോ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ ആക്രമണത്തിൽ F-16 നവീകരിച്ച മോഡൽ അത് തകർന്നപ്പോൾ അമേരിക്ക മാത്രമല്ല ഇപ്പോൾ ലോകരാജ്യങ്ങളടക്കം തന്നെ അന്തം വിട്ടിരിക്കുന്നത്. കാരണം ഇതോടെ ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ കരുത്തിൻ്റെ പ്രധാന മുനയാണ് ഇപ്പോൾ ത്രിശങ്കുവിലായിരിക്കുന്നത്. കാരണം വിദേശ വിപണിയിൽ തന്നെ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഈ യുദ്ധവിമാനത്തിൻ്റെ ഡിമാൻഡും റഷ്യയുടെ ഈ ഒരു കനത്ത പ്രഹരത്തോടു കൂടി ഇനി കുറയും. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ആയുധ വിപണിയെ സാരമായി തന്നെ ബാധിക്കും. 25 രാജ്യങ്ങളിലേക്ക് ഏതാണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഈ പറയുന്ന F-16 വിമാനങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയണം, പഴക്കം ചെന്ന 300 MiG-21 പകരം വെക്കാനായിട്ട് നേരത്തെ ഇന്ത്യയും ഈ പറയുന്ന F-16 വിമാനങ്ങൾ വാങ്ങാൻ നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു പദ്ധതി ഉപേക്ഷിച്ച ഇന്ത്യയാകട്ടെ ഫ്രാൻസിൻ്റെ റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ F-16 തകർച്ചയോടെ ശരിയെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുന്നത്. വാൾ സ്ട്രീറ്റ് ജേണലും അതുപോലെ തന്നെ BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ പറയുന്ന F-16 യുദ്ധവിമാനങ്ങൾ റഷ്യൻ സൈന്യം തകർത്തിട്ട വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുക്രൈനിലുടനീളം നടന്നിട്ടുള്ള വൻ റഷ്യൻ മിസൈൽ ആക്രമണത്തിനിടയിലാണ് ഈ വിമാനം ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അപകടത്തിൽ വിമാനത്തിന്റെ പൈലറ്റ് ഒലക്സി മെസ് കൊല്ലപ്പെട്ടതായിട്ടും യുക്രൈൻ സൈന്യവും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾക്കായിട്ട് മാസങ്ങളായി യുക്രൈൻ സൈന്യം നടത്തിയ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ കഴിഞ്ഞ വർഷമാണ് F-16 വിമാനങ്ങൾ അമേരിക്ക കൈമാറിയിരുന്നത്. വിമാനങ്ങൾ വിതരണം ചെയ്തതിന് ശേഷമുള്ള ആദ്യ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശത്രു സൈന്യത്തിന്റെ വെടിവെപ്പിലൂടെയല്ല, പൈലറ്റിന്റെ പിഴവാണ് വിമാനം തകരാൻ കാരണമെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നതെങ്കിലും അതല്ല യാഥാർത്ഥ്യമെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. റഷ്യൻ സൈന്യം അമേരിക്കയുടെ ആധുനിക വിമാനം തകർത്തെന്ന വാർത്ത പുറത്തു വരുന്നത് തീർച്ചയായിട്ടും തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ഇത്തരത്തിലൊരു തെറ്റായിട്ടുള്ള പ്രചരണം യുക്രൈൻ സൈന്യം തന്നെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. റഷ്യൻ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും തകർക്കാൻ അമേരിക്ക വാഗ്ദാനം ചെയ്ത 80 F-16 വിമാനങ്ങളിൽ ആദ്യത്തേത് യുക്രൈനിൽ എത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റ് 4-നാണ്. ആധുനിക പാശ്ചാത്യ വിമാനങ്ങൾ യുദ്ധകളത്തിൽ തങ്ങളുടെ സേനയ്ക്ക് മുൻതൂക്കം നൽകുമെന്നാണ് യുക്രൈൻ സൈന്യം പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് റഷ്യൻ മിസൈലുകൾ വെടിവെച്ചിടാനും അതുപോലെ തന്നെ മുൻനിരയിലുള്ള സൈനികരെ സംരക്ഷിക്കാനും ഇത് തീർച്ചയായിട്ടും സഹായകമാകുമെന്നും അവർ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ അവരുടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ ഇപ്പോൾ താളം തെറ്റിയിരിക്കുകയാണ്. പാട്രിയറ്റ്, നസാംസ് തുടങ്ങി ഭൂതല വിമാന മിസൈൽ സംവിധാനങ്ങൾക്കൊപ്പമാണ് F-16 യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നത്. റഷ്യൻ ഗ്ലൈഡ് ബോംബുകൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുമെന്ന് അവകാശപ്പെട്ട ഈ യുദ്ധവിമാനങ്ങൾ പോപ്പ് ഔട്ട് വിങ് കിറ്റുകളും അതുപോലെ തന്നെ ഗൈഡൻസ് മോഡ്യൂളുകളും ഘടിപ്പിച്ച JDAM യുദ്ധോപകരണങ്ങൾ പോലെ കൃത്യമായ സ്ട്രൈക്ക് സ്റ്റാൻഡ് ഓഫ് കഴിവുകൾ നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുന്നവയായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കൻ കപ്പൽപ്പടയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരുന്നതും പ്രധാനമായിട്ടും ഈ പറയുന്ന F-16 വിമാനങ്ങളായതിനാൽ തന്നെ റഷ്യ ആക്രമിച്ച് തകർത്തത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വിരുദ്ധർക്ക് ഇപ്പോൾ ആവേശമായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും മിസൈലുകളെ തകർക്കാനും അത് തിരിച്ചാക്രമിക്കാനും ശേഷിയുള്ള നിരവധി റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇതിനോടകം തന്നെ ഇറാന് റഷ്യ നൽകിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഹമാസ് മേധാവിയെ സ്വന്തം മണ്ണിൽ വധിച്ചതിലുള്ള പ്രതികാരം ഇറാൻ നീട്ടിവെച്ചെങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ്
അമേരിക്ക ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ സഹായിക്കാൻ നിയോഗിച്ച കപ്പൽ പടയെ അവർ തിരിച്ചു വിളിക്കാതിരിക്കുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇറാൻ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇസ്രായേലും കരുതുന്നത്. അതുകൊണ്ട് തന്നെ ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഭരണമാണ് ഇസ്രായേലും ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ഇപ്പോൾ ബങ്കറുകളിലാണ്. തയ്യാറെടുത്ത് നടത്തുന്ന പ്രതികാരത്തിന് തീർച്ചയായിട്ടും വൻ നാശനഷ്ടം സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ തന്നെ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾ, ഇൻ്റലിജൻസ്, ഇറാൻ്റെയും അതുപോലെ തന്നെ റഷ്യയുടെയും നീക്കങ്ങൾ ഇപ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം നമുക്കറിയാം, ഉത്തര കൊറിയ നടത്തുന്ന പ്രകോപനങ്ങളും അമേരിക്കൻ ചേരിക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള തലവേദനയാണ് ഒരു വശത്ത് സൃഷ്ടിക്കുന്നത്. റഷ്യയിലേക്ക് അമേരിക്കൻ നിർദ്ദേശപ്രകാരം നുഴഞ്ഞു കയറിയ യുക്രൈൻ്റെ 7000-ഓളം വരുന്ന സൈനികരെയാണ് റഷ്യ കൊന്നൊടുക്കിയത്. അതിർത്തി കടന്ന് നടത്തിയ ഈ ഒരു സാഹസത്തിന് മറുപടിയായിട്ട് യുക്രൈൻ തലസ്ഥാനത്തുൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം യുദ്ധം ചെയ്യുന്നത് യുക്രൈൻ സൈന്യമാണെങ്കിലും ഇവിടെ പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെയും അതുപോലെ തന്നെ അവരുടെ സഖ്യരാജ്യങ്ങളുടെയും ആയുധങ്ങൾ കൂടിയാണ്. കാരണം അമേരിക്കയുടെ ആയുധങ്ങളുടെ മൂർച്ച അത് കൃത്യമായി പരിശോധിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടും യുക്രൈൻ യുദ്ധത്തെ ഇപ്പോൾ റഷ്യ കാണുന്നുണ്ട്. റഷ്യൻ സൈന്യത്തിലെ 10% പേരെ പോലും അവർ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇപ്പോൾ ഇറക്കിയിട്ടില്ല. മാരകമായിട്ടുള്ള ആയുധങ്ങളും ഇതുവരെ റഷ്യ ഉപയോഗിച്ചിട്ടില്ല. കാരണം സോവിയറ്റ് കാലഘട്ടം മുതൽ ആയുധപ്പുരകളിൽ കെട്ടിക്കിടക്കുന്ന അവരുടെ പഴയ ആയുധങ്ങൾ ഉപയോഗിച്ച് തീർക്കുക എന്ന നിലയിലാണ് റഷ്യ ഈ ഒരു യുദ്ധത്തെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് തന്നെ. ഇതാണ് വിദഗ്ധരുൾപ്പെടെ ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് റഷ്യ വിചാരിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു യുദ്ധമാണിത്. യുക്രൈനും അതുപോലെ തന്നെ ഇസ്രായേലിനും ആയുധങ്ങൾ നൽകിയതോടെ അമേരിക്കയുടെ ആയുധ കലവറ കാലിയായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും റഷ്യയുടെ അവസ്ഥ അതല്ല. സോവിയറ്റ് യൂണിയൻ പല കഷ്ണങ്ങളായി മാറിയെങ്കിലും സോവിയറ്റ് കാലത്ത് ആയുധങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ റഷ്യയിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിപ്പോഴും ഏറ്റവും അധികം ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു രാജ്യവും അത് റഷ്യ തന്നെയാണ്. കാരണം സാത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആണവ മിസൈലുണ്ട് റഷ്യക്ക്. ആ ആണവ മിസൈലിനെ തടുക്കാൻ ശേഷിയുള്ള ഒരായുധവും ഇന്ന് ലോകത്ത് ലഭ്യമല്ല. അമേരിക്ക ഉൾപ്പെടെ ഭയപ്പെടുന്നതും ഈ ഒരൊറ്റ മിസൈലിനെയാണ്. റഷ്യക്കെതിരായിട്ട് അവർ ഭയപ്പെടുന്നതാണ് ഈ സാത്താൻ. അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ വീണ്ടും യുക്രൈന് മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചിരിക്കുന്നതിന് പിന്നിലും ചില താല്പര്യങ്ങളുണ്ട്. അത് അമേരിക്കയുടെ തന്നെ ഒരു താല്പര്യമാണ്. റഷ്യയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ നാറ്റോ സഖ്യകക്ഷികളും ആഗ്രഹിക്കുന്നത് തന്നെ. കാരണം തൻ്റെ രാജ്യത്തിന് നേരെ ഏത് രാജ്യത്തിൻ്റെ മുദ്രയുള്ള ആയുധം പതിച്ചാലും ആ രാജ്യത്തെ കടന്നാക്രമിക്കുക എന്നതാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്ന നയം. അതുകൊണ്ടാണ് യുദ്ധത്തിൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനെ ഏർപ്പെടുത്തിയിരുന്ന ആ ഒരു നിയന്ത്രണങ്ങൾ അമേരിക്ക ഇപ്പോഴും മാറ്റാതെ ഇരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈന് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവാദമുണ്ടെങ്കിൽ കൂടിയും അത് റഷ്യൻ അതിർത്തിയിൽ ആക്രമണം നടത്താനുള്ളതല്ലെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ നിയന്ത്രണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നയത്തിൽ മാറ്റമില്ലെന്നും ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി യുക്രൈനെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ നയം മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പെൻറ്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡറും ഇപ്പോൾ അവകാശപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ നൽകിയ ആയുധങ്ങൾ അത് റഷ്യൻ അതിർത്തിയിലെ ചില ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രയോഗിക്കാൻ യുക്രൈന് ജർമ്മനിയും അതോടൊപ്പം തന്നെ അമേരിക്കയും അനുവാദം നൽകിയിരുന്നു. ആക്രമണം ശക്തമായിരിക്കുന്ന യുക്രൈനിലെ കാർക്കിവിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിലെങ്ങാനും റഷ്യ ആക്രമിച്ചാലോ അല്ലെങ്കിൽ ആക്രമിക്കാനായിട്ട് തയ്യാറെടുത്താലോ ആയുധങ്ങൾ പ്രയോഗിക്കാം എന്നതായിരുന്നു അനുമതി. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് അമേരിക്ക അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ഇതുപോലും റഷ്യയെ ചൊടിപ്പിക്കുകയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ആയുധങ്ങൾക്കും വെടിക്കോപ്പുകൾക്കും പുറമെ ധനസഹായമടക്കം യുക്രൈന് നൽകിയിട്ടും തങ്ങൾ നേരിട്ട് സംഘർഷത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും ന്യായീകരിച്ചിരുന്നത്. ഈ വാദമൊന്നും റഷ്യ ഏതായാലും മുഖവിലക്കെടുത്തില്ല. കാരണം യുക്രൈനെ സഹായിക്കും തോറും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നതാണ് റഷ്യയുടെ മുന്നറിയിപ്പ് തന്നെ. യുക്രൈൻ അമേരിക്കൻ ചേരി നൽകിയ അവശേഷിക്കുന്ന ആയുധങ്ങളും അത് നശിപ്പിച്ച് കളയുക എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ പ്രധാന തന്ത്രം. അമേരിക്കൻ ആയുധങ്ങളുടെ പവർ അത് ലോകത്തിന് മുന്നിൽ ഇടിച്ചു കാട്ടുന്നതിനൊപ്പം തന്നെ ഇറാനെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കുക എന്നതും റഷ്യയുടെ ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ്. റഷ്യക്കെതിരെയുള്ള യുക്രൈൻ്റെ നീക്കങ്ങൾ, ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും എപ്പോൾ
അയവ് വരുത്തുമോ ആ നിമിഷം തന്നെ യുക്രൈനിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത് തീർച്ചയായിട്ടും ലോകം ഭയപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ്.